ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുംഭഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് കുത്തിയോട്ട വഴിപാട്. ഒരു മെയിനായിട്ടുള്ള തന്നെ ഒരു കാര്യമാണ്. സോ അത് കാണാനായിട്ട് പോവുകയാണ്. നമ്മൾ നീ കുത്തിയോട്ടം ചുവട് വെക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ചുറ്റുമങ്ങനെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വീട്ടിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുൾ ഡേ പ്രോഗ്രാം കണ്ടിട്ട് കുത്തിയോട്ട ചുവട് വെപ്പൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ചുവട് വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ആദ്യം എല്ലാ ആൾക്കാരും കൂടെ വന്നിട്ട് ചുവട് വെക്കുകയാണ് ചെയ്യുന്നത്. നാട്ടുകാരക്കാരുടെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവൽ, ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കുംഭഭരണി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയൊരു വഴിപാടുമാണ് ഈ കുത്തിയോട്ട വഴിപാട്. അപ്പോൾ ഓണാട്ടുകാരക്കാർക്കൊക്കെ ഈ സംഭവവും കാര്യങ്ങളൊക്കെ അറിയാം. കുത്തിയോട്ട വഴിപാടും അതുപോലെ കുതിരമുട്ടിക്കഞ്ഞിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി അതല്ലാത്ത ആൾക്കാർക്ക് ഇത് അറിയാനായിട്ടുള്ള താല്പര്യം കാണുമല്ലോ. അങ്ങനെയുള്ളൊരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചുവട് വെക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവർ ചുവട് വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സെഷൻ ബൈ സെഷനായിട്ടായിരിക്കും ചുവട് വെക്കുന്നത്. ഓരോ പാട്ടിനനുസരിച്ചിട്ട് ഏകദേശം ഒരു 12 മണി വരെ കാണും. ലാസ്റ്റ് ഡേ ആണെങ്കിൽ അത് 1 മണി അത്ര സമയം വരെ കാണും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോയത് രാത്രി 12:30 കഴിഞ്ഞു നമ്മളിവിടുന്ന് പോയപ്പോഴത്തേക്കിന്. കാരണം അത്രയും നേരം ഉണ്ടായിരുന്നു. നമ്മളിന്ന് ഫുൾ ഡേ ഈ പരിപാടി കണ്ടിട്ടാണ് പോയത്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയിട്ട് അത് കഴിക്കാവുന്നതാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇവിടെ ചുവട് വെക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളപ്പം പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ നമ്മളവിടെ കുത്തിയോട്ടം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ശ്രീ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ദേവിയെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ കുത്തിയോട്ട വഴിപാടെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വഴിപാടായത് കാരണം പല സ്ഥലത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് തൊഴാനും അതേപോലെ ഇത് കാണാനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചുക്ക് കാപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ അധികം സംസാരിച്ച് ബോറാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുത്തിയോട്ടം എന്താണെന്നും കുംഭഭരണി എന്താണെന്നും അറിയാൻ വൈകിട്ട് ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ചുവട് വെക്കുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഇതേപോലത്തെ ഈ ചുവട് വെക്കുന്ന പാട്ടിനെ കുറിച്ചും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ആ പാട്ടും ആ ചുവട് വെക്കുന്നതും ഒക്കെ ഒരുമിച്ച് കണ്ടാലേ അറിയുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ.